രാവിലെ ഏകദേശം 7:15 കൂടിയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയത്. ഏകദേശം 1.25 മണിക്കൂർ കൂടി തന്നെ ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായി. അതിനുശേഷം 8:30 കൂടിയാണ് ഈ മൃതദേഹം നേരത്തെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരുന്ന ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം പോലീസിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത മകനായിട്ടുള്ള സനന്ദനെ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏകദേശം 2 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി കുടുംബം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയ സമയത്ത് കുടുംബം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തെയും അതുപോലെ തന്നെ കുടുംബത്തെയും മാധ്യമങ്ങളും പോലീസും മറ്റു ചിലരും ചേർന്നുകൊണ്ട് മനഃപൂർവ്വം വേട്ടയാടി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റും. ഏകദേശം 2:30 കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ പുറപ്പെട്ട മൃതദേഹം 3:15 കൂടിയാണ് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ കുടുംബവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള സംഘടനകളുടെ നേതാക്കളും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഈ കുടുംബത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് വിട്ടുമാറിയ മതസംഘടനാ നേതാക്കളൊക്കെ തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നു. അവരൊക്കെ തന്നെ കുടുംബത്തിന്റെ ഈ നിലപാടിനോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. പലരും തങ്ങളെ മനഃപൂർവ്വം വേട്ടയാടി എന്നാണ് ഈ മതസംഘടനാ നേതാക്കളും ഒക്കെ തന്നെ പ്രതികരിച്ചത്. ആ കുടുംബത്തിന് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായിട്ടുള്ള അജ്ഞത ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ കുറവുണ്ടായിരുന്നു. അതാണ് തെറ്റ് ആ കുടുംബം ചെയ്തത്. അതിന് ആ കുടുംബത്തിൽ ഇത്രമാത്രം നമ്മൾ കരാവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെങ്കിലും അത്തരത്തിൽ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന് അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും പ്രതികരിച്ചത്. ഔദ്യോഗികമായി കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. രാസപരിശോധന ഫലങ്ങൾ വന്നിട്ട് മാത്രമേ ബാക്കിയുള്ള അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. പോലീസ് ചെയ്ത നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ്. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. അതിനുശേഷം 12:30 തന്നെ സമീപത്തുള്ള വീട്ടിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം എത്തിക്കും. അതിനുശേഷം വൈകുന്നേരം 3:30 മണിയോട് കൂടിയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ, പ്രത്യേകിച്ച് സമാധിയുടെ ബാക്കി ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുക. പ്രേം ശശിക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.